നമ്മളിന്ന് കാണുന്നുണ്ട് ഒരുപാട് പേര് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുക. ഇപ്പോൾ ജിമ്മിൽ ഒരു കുഴപ്പമില്ലാതെ രാവിലെ ജിമ്മിൽ പോയ ആളാണ് പെട്ടെന്ന് കുഴഞ്ഞു വീണു മരിക്കുന്നു. അതേപോലെ അന്ന് നമ്മൾ കണ്ടു നിയമസഭയിൽ ഓണാഘോഷ പരിപാടി തകർത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. എത്ര സങ്കടമാണല്ലേ ഈ അവസ്ഥയൊക്കെ. എന്താണ് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? ഏറ്റവും ആദ്യം കുഴഞ്ഞു വീണ് മരിക്കാൻ പ്രധാന വില്ലനാവുന്നത് ഹാർട്ട് അറ്റാക്കാണ്. അതേപോലെ തന്നെ തലച്ചോറിലേക്ക് രക്തോട്ടം കുറയുന്നത് കാരണത്താൽ മറ്റ് രോഗങ്ങളുള്ള കാരണത്താൽ ഒക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. എന്നാൽ യുവാക്കളിൽ, പ്രവാസികളിൽ ഇവരിലൊക്കെ ഇത് കൂടുതൽ കണ്ടുവരുമ്പോൾ അതിൻ്റെ പഠനം നടത്തുമ്പോൾ മനസ്സിലാവുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ്. പണ്ടൊക്കെ ഇതൊരു 60 വയസ്സ് കഴിഞ്ഞാലോ 65 വയസ്സ് കഴിഞ്ഞാലോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് യുവാക്കളിലും ചെറിയ കുട്ടികളിലും വരെ വരുന്നുണ്ട്. ഇതിന് നമ്മളുടെ മാറിയ ജീവിതശൈലി, ജീവിത സാഹചര്യങ്ങൾ, മാനസിക സമ്മർദ്ദം, ഭക്ഷണം, വ്യായാമമില്ലായ്മ ഇതൊക്കെ ഒരുപാട് ഘടകമായിട്ട് മാറുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് കൃത്യമായി വിശകലനം ചെയ്യാം. ഒറ്റ വാക്കിൽ എന്താണ് ഹാർട്ട് അറ്റാക്ക് എന്നുള്ളതൊന്ന് പറഞ്ഞു തരുമോ? ഞാനിത് പണ്ട് കരുതിയിരുന്നത് ഹാർട്ട് വേറെ ഏതൊക്കെയോ അവയവങ്ങളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയല്ല. നമ്മളുടെ ഹാർട്ടിലേക്ക് രക്തം കിട്ടുന്ന രക്തക്കുഴലുകൾ ബ്ലോക്ക് ആവുകയും ഹാർട്ടിന് രക്തം കിട്ടാതെ ആവുകയും ചെയ്യുന്നത്. നമ്മളൊരു ടി വി കണ്ടുകൊണ്ടിരിക്കുക, ടി വിയിലേക്ക് കറണ്ട് വന്നിട്ടില്ലെങ്കിൽ ടി വി ഓഫ് ആവില്ലേ? ഇതേപോലെ ഹാർട്ട് ഓഫ് ആവുന്നു. ഈ ഹാർട്ടിനൊരു പ്രത്യേകത എന്താ അറിയോ? നമ്മളുടെ അമ്മയുടെ ഗർഭപാത്രത്തിലാവുമ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങിയതാ. നമ്മുടെ വായാണെങ്കിലും കണ്ണാണെങ്കിലും ചെവിയാണെങ്കിലും നാവാണെങ്കിലും ഉറങ്ങുന്ന സമയത്തിൽ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഹാർട്ട് അങ്ങനെ ഒരു റെസ്റ്റ് എടുക്കുന്നില്ല. ആ ഹാർട്ട് അതിലേക്ക് രക്തോട്ടം കിട്ടാതെ ആവുമ്പോൾ രക്തധമനികളിൽ ബ്ലോക്ക് വരുമ്പോൾ രക്തം കിട്ടാതെയായിട്ട് പ്രവർത്തനമില്ലാതെയായി മരണം സംഭവിക്കും. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് രക്തം കൊടുക്കുക എന്നുള്ളതാണ് ഹാർട്ടിൻ്റെ ഫങ്ഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രക്തം കിട്ടാതെയായി ഹാർട്ട് ഫങ്ഷൻ ഇല്ലാതെയായി പ്രവർത്തനം നിലച്ച് മരണം വരെ സംഭവിക്കുന്ന സംഗതിയാണ് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഹാർട്ട് അറ്റാക്കിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുമോ? പ്രധാനമായിട്ട് 2 തരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഒന്നാമത്തത് നമ്മളായിട്ട് വരുത്തി വെച്ചിട്ടുള്ള കാരണങ്ങൾ. ഒന്ന് നമ്മളെക്കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാത്ത കാരണങ്ങൾ. അത് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ആണുങ്ങൾക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്ന് വെച്ച് നമുക്ക് ആണ് പെണ്ണാവാൻ പറ്റില്ലല്ലോ. 2, അമിതവണ്ണമുള്ള ആളുകൾക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് നമുക്ക് നിയന്ത്രിച്ചാൽ കിട്ടും. അപ്പോൾ നമ്മളെക്കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന കാരണങ്ങൾ എന്നുള്ളത് 1 അമിതവണ്ണം, 2 വ്യായാമമില്ലായ്മ, 3 ടെൻഷൻ, മാനസിക സമ്മർദ്ദം, ഉറക്കമില്ലായ്മ, 4 ഭക്ഷണത്തിൽ ശ്രദ്ധയില്ലായ്മ, ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, അങ്ങനെ തടി കൂടുന്ന സംഗതികൾ. ഇനി ചില രോഗങ്ങൾ, കൊളസ്ട്രോൾ അമിതമായിട്ടുണ്ടാവുക, അതുപോലെ തന്നെ BP, രക്തസമ്മർദ്ദം കൂടുതലായിട്ടുണ്ടാവുക, ഷുഗർ. ഇനി നമ്മളെ കൊണ്ട് നിയന്ത്രിച്ചാൽ കിട്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. ഏഷ്യക്കാരിൽ, വിശിഷ്യ ഇന്ത്യക്കാരിൽ, അതിൽ തന്നെ സൗത്ത് ഇന്ത്യക്കാരിൽ ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ പ്രായം ഇതിൽ ഒരു ഘടകമാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് ഇത് വരാനുള്ള സാധ്യത കൂടുന്നുണ്ട്. ഹാർട്ടിന് മറ്റ് രോഗങ്ങളുള്ള ആളുകളാണെങ്കിലും ഇത്തരത്തിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണാറുണ്ട്. ഈ ഹാർട്ട് അറ്റാക്കിന് മുന്നോടിയായിട്ട് ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഹാർട്ട് അറ്റാക്കിൻ്റെ മുന്നോടിയായിട്ട് ശരീരം വളരെ പ്രധാനമായിട്ടുള്ള ലക്ഷണം കാണിക്കുന്നത് ചെസ്റ്റ് പെയിൻ ആണ്, നെഞ്ചുവേദന. ഇതെങ്ങനെ ഉണ്ടാവുക അറിയോ? നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ ഇടത് സൈഡിലായിട്ട് കുത്തിപ്പിടിക്കുന്ന ഒരു വേദനയായിരിക്കും. എന്നോടൊരു പേഷ്യൻ്റ് പറഞ്ഞു, ഡോക്ടറെ ഒരു അമ്മിക്കുട്ടി വെച്ച് അമർത്തുന്ന തരത്തിലുള്ള വേദനയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത്. ഫോണിൽ വിളിച്ചപ്പോൾ ഉടനെ കാഷ്വാലിറ്റിക്ക് ചെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ലക്ഷണമായിരുന്നു. അപ്പോൾ സാധാരണക്കാരന് ഫീൽ ചെയ്യുന്നത് അവിടെ എന്തോട്ട അമർത്തുന്ന, പിടിക്കുന്ന, അത് ടൈറ്റാക്കുന്ന തരത്തിലുള്ളൊരു വേദന. കൈകളിലേക്കൊരു കുഴച്ചിൽ വരും. ആ വേദന ഇടത് സൈഡിലുണ്ടാകും. ഇടത് സൈഡിലെ കൈകാലുകളിലേക്ക് ആ വേദന ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. ഒരു ക്ഷീണം ഉണ്ടാകും, വിയർപ്പുണ്ടാകും, കുഴക്കുണ്ടാവും. സ്ത്രീകളിലാണെങ്കിൽ സാധാരണ ക്ഷീണമായിട്ടാണ് കാണൽ. എന്നാൽ പല ആളുകളിലും ചെസ്റ്റിൽ മാത്രമല്ല വേദന ഉണ്ടാവുക, വയറിൻ്റെ മേൽഭാഗത്തായിട്ട് വേദന ഉണ്ടാകും. ഈ പറഞ്ഞിട്ടുള്ള ജോയിൻസിൽ, നമ്മളുടെ പല്ലുകളുടെ ഇടയിലുള്ള ജോയിൻസിൽ വരെ വേദന ഉണ്ടാകും. അതുവരെ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണമായിട്ട് പ്രകടിപ്പിക്കാറുണ്ട്. ഈ ഗ്യാസ് വരുമ്പോഴും അതേപോലെ അറ്റാക്ക് വരുമ്പോഴും നെഞ്ചുവേദന വരാറുണ്ട്. അപ്പോൾ ഈ സാധാരണക്കാർക്ക് ഇത് നെഞ്ചുവേദനയാണോ അതോ ഗ്യാസ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഗ്യാസും ഹാർട്ട് അറ്റാക്കും തിരിച്ചറിയാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു പണി പറഞ്ഞുതരാം. ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ വേദന ഉണ്ടാകുന്നത് നെഞ്ചിൻ്റെ മധ്യത്തിലായിരിക്കും. അത് ഇടത് സൈഡിലായിരിക്കും.
അത് മെല്ലെ കയ്യിലേക്ക്, എസ്പെഷ്യലി ഇടത് സൈഡിലെ കയ്യിലേക്കും കാലിലേക്കും ഇറങ്ങി വരും. ഇനി ഗ്യാസ് ആണെങ്കിൽ വയറിൻ്റെ ഭാഗത്തും വയറ് വീർത്ത് നിൽക്കുന്ന ഭാഗത്തും ആയിരിക്കും വയറ് വീർത്ത് നിന്ന പോലെ ഉണ്ടാവും. ഒരു ഏമ്പക്കം വിടുകയോ കീഴ്വായു വിടുകയോ ചെയ്താൽ ഒരു ആശ്വാസം കിട്ടും. ചെറിയ സോഡ, ജീരകം, അയമോദകം ഇങ്ങനെയുള്ളതൊക്കെ കുടിച്ചാലും ആശ്വാസം കിട്ടും. എന്ന് മാത്രമല്ല, കുറച്ച് നേരെ ഇതുണ്ടാവുള്ളൂ. വയറിൻ്റെ അടിഭാഗത്തേക്കാണ് വരിക. വിയർക്കൽ, ക്ഷീണം, സംസാരം തെന്നിപ്പോവൽ, ഇങ്ങനത്തെ സംഗതികളൊന്നും സാധാരണ രീതിക്ക് ഗ്യാസിൻ്റെ വേദനയാണെങ്കിൽ നമുക്ക് അനുഭവപ്പെടില്ല. ഈ ഉറക്കത്തിനിടയിൽ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ? ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒന്നാണ്. രാത്രി ഉണ്ടാവുന്ന ക്ഷീണം, നെഞ്ചുവേദന, കിതപ്പ്, വിയർക്കൽ, അസാധാരണമായിട്ടുള്ള പനി, നല്ല ക്ഷീണവും നെഞ്ചുവേദനയും ഒക്കെ വന്നിട്ട് രാത്രി ഇത്തരം സംഭവങ്ങൾ വളരെ കൂടിക്കണ്ടിരിക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഹാർട്ടിൻ്റെ മരുന്ന് കുടിക്കുന്നവർ പെട്ടെന്ന് കുടിക്കാതിരിക്കുക, ബ്ലോക്ക് ഉള്ളവർ മരുന്ന് കുടിക്കാതിരിക്കുക, അതുപോലെ തന്നെ പെട്ടെന്ന് മരുന്ന് നിർത്തുക. ഇത്തരത്തിൽ രോഗം ഉണ്ടായിട്ട് ഭക്ഷണത്തിലും മറ്റൊന്നും ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് ഈ അപകട സാധ്യത ഉറക്കത്തിൽ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇന്ന് യുവാക്കളിൽ ഏറ്റവും കൂടുതലായിട്ട് അറ്റാക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ അറ്റാക്ക് കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? യുവാക്കളിൽ, വിശിഷ്യ പ്രവാസികളിൽ ഹാർട്ട് അറ്റാക്ക് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, സ്ട്രെസ്സ്, ടെൻഷൻ പണ്ടത്തെ പോലെയല്ല. ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒരുപാട് പ്രയാസങ്ങളും മാനസിക സമ്മർദ്ദമാണ്. 2, ഭക്ഷണം സമയത്ത് കഴിക്കുന്നില്ല, ഭക്ഷണം ശരിക്ക് കിട്ടുന്നില്ല, കിട്ടുന്നത് പോഷക സമൃദ്ധമല്ല, സമീകൃത ആഹാരമല്ല, ജങ്ക് ഫുഡാണ്, ഫാസ്റ്റ് ഫുഡാണ്. വ്യായാമം തീരെ കിട്ടുന്നില്ല, വിശ്രമവും ശരീരത്തിന് വരുന്നില്ല. ഇനി ഉറക്കമാണെങ്കിൽ സമയത്ത് കിട്ടുന്നില്ല, അസമയത്ത് ഉറങ്ങും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും ലഹരിയുടെ ഉപയോഗം, പുകവലി, മദ്യപാനം, MDMA പോലെയുള്ള സംഗതികളുടെ ഉപയോഗം, വ്യായാമക്കുറവ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഇന്ന് യുവാക്കളിൽ പോലും വളരെ അധികമായിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ഉറക്കത്തിലും മറ്റും പെട്ടെന്ന് മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കുകയും ചെയ്യുന്നത് വ്യാപകമായിട്ടുണ്ട്. ഈ അറ്റാക്ക് കൊണ്ട് മാത്രമാണോ കുഴഞ്ഞു വീണ് മരിക്കുന്നത്, അല്ലാതെ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഏറ്റവും പ്രധാനമായിട്ട് കുഴഞ്ഞു വീണ് മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ്. ഹാർട്ടിൻ്റെ തന്നെ പമ്പിങ്ങിൽ വരുന്ന വ്യത്യാസവും അതിൻ്റെ വേവ്സിൽ വരുന്ന വ്യത്യാസവും കാരണം ഹാർട്ടിൻ്റെ പ്രവർത്തനം താളം തെറ്റിയിട്ടും മരണം സംഭവിക്കാറുണ്ട്. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്നത് കാരണത്താലും അങ്ങനെ രക്തം കിട്ടാതെ ആയിട്ടും മരണം സംഭവിക്കാറുണ്ട്. ശ്വാസകോശത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ശ്വാസം കിട്ടാതെയും പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കാറുണ്ട്. അത്തരത്തിൽ ഹാർട്ടിൻ്റെ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ കാർഡിയാക് അറസ്റ്റ്, അതുപോലെ തന്നെ തലച്ചോറിലേക്ക്, ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് പെട്ടെന്ന് വായുപ്രവാഹമോ രക്തപ്രവാഹമോ നിൽക്കുന്നതാണ് സാധാരണയായിട്ട് പെട്ടെന്നുള്ള കുഴഞ്ഞു വീണൽ മരണത്തിൻ്റെ കാരണമാവുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലുകളൊന്നും അടുത്തില്ലാത്തൊരു സാഹചര്യത്തിൽ അറ്റാക്ക് വരികയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് എടുക്കേണ്ട നീക്കം എന്താണ്? ഏറ്റവും ആദ്യം ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പലരും എന്ത് ചെയ്യും, വേഗം എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. 10 കിലോമീറ്റർ അല്ലേ ഹോസ്പിറ്റലിൽ, അരമണിക്കൂർ കൊണ്ട് എത്താം എന്നുള്ളതാണ് കരുതുക. അങ്ങനെയല്ല. അവിടെ അരമണിക്കൂർ കൊണ്ട് ഒരു കാർഡിയാക് സർജൻ്റെ അടുത്ത് എത്തുന്നതിലേറെ വേഗത്തിൽ വേണ്ടത്, ഒരു കാർഡിയോളജിസ്റ്റ് കാണിക്കുന്നതിലേറെ വേഗത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ പേഷ്യൻറ്റിന് ആദ്യത്തെ മിനിറ്റുകളിൽ തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് CPR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. നിങ്ങൾ വീഡിയോ നോക്കിയാൽ അറിയും. ഒരു പേഷ്യൻറ്റിനെ മലർത്തി കിടത്തിയിട്ട് വായിൽ ഭക്ഷണമോ മറ്റോ ഉണ്ടെങ്കിൽ അത് പുറത്തെടുത്ത് കഴുത്ത് മേലേക്ക് വെച്ചതിന് ശേഷം കൃത്യമായിട്ട് നെഞ്ചിൽ അമർത്തുക. നെഞ്ചിൽ കൃത്യമായിട്ട് ബലമായിട്ട് സ്റ്റേണം എന്ന് പറയുന്ന ഭാഗത്ത് കൃത്യമായിട്ട് അമർത്തുക. വീഡിയോയിൽ നിങ്ങൾക്കത് കാണാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഹാർട്ടിൻ്റെലേക്കുള്ള രക്തോട്ടം കറക്റ്റ് ആവുന്നതിനും പെട്ടെന്ന് അപകടം വരാതിരിക്കുന്നതിനും സഹായിക്കും. അത് ചെയ്തുകൊണ്ട് തന്നെ ആംബുലൻസിലോ മറ്റു വാഹനങ്ങളിലോ ഡോക്ടറെ അടുത്തേക്ക് എത്തിക്കുകയും എത്തിക്കുന്ന അതേ സമയം ആംബുലൻസിൽ നിന്ന് തന്നെ ആശുപത്രിക്കാരോട് സജ്ജമാവാൻ പറയുകയും രോഗിയുടെ സിംറ്റംസ് ഇതാണെന്ന് അറിയിക്കുകയും ചെയ്യാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഫസ്റ്റ് എയ്ഡ്.